പ്രധാനമന്ത്രിക്കെതിരെ വ്യാജ വീഡിയോ പ്രചാരണം. മെറ്റ ഇന്ത്യ മേധാവി അരുൺ ശ്രീനിവാസിനെതിരെ കേസെടുത്ത് ഹൈദരാബാദ് സൈബർ ക്രൈം പോലീസ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ വ്യാജ പ്രചാരണങ്ങൾക്ക് കടിഞ്ഞാനിടാൻ ഒരുങ്ങുകയാണോ പോലീസ്? കോക്രോച്ച് ജനതാ പാർട്ടി അടുത്തിടെ നടത്തിയ പ്രതിഷേധ സമരങ്ങൾക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള മോർഫ് ചെയ്ത വീഡിയോകൾ പ്രചരിച്ചതിന് മെറ്റ ഇന്ത്യ മേധാവി അരുൺ ശ്രീനിവാസിനെതിരെ ഹൈദരാബാദ് പോലീസ് കേസെടുത്തു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ നിർമ്മിച്ച ഇത്തരം വീഡിയോകൾക്ക് തടയിടാൻ മെറ്റയ്ക്ക് കഴിഞ്ഞില്ല എന്നതാണോ ഈ നടപടിക്ക് പിന്നിൽ? സൈബർ ക്രൈം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലക്ഷ്യമിട്ട് അശ്ലീലവും അപകീർത്തികരവുമായ ഡിജിറ്റൽ ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിച്ചുവെന്ന പരാതിയിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ് തുടങ്ങിയവയുടെ മാതൃകമ്പനിയായ മെറ്റയുടെ ഇന്ത്യ മേധാവി അരുൺ ശ്രീനിവാസിനെതിരെ കേസ്. ഹൈദരാബാദ് സൈബർ ക്രൈം പോലീസാണ് ഇദ്ദേഹത്തിനെതിരെയും അധിക്ഷേപകരമായ ഇത്തരം വീഡിയോകളും ചിത്രങ്ങളും പോസ്റ്റ് ചെയ്ത നിരവധി ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾക്കെതിരെയും കേസെടുത്തിരിക്കുന്നത്. അടുത്തിടെ നടന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം ഉള്ളടക്കങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടത്. ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നതിനിടെ പ്രധാനമന്ത്രിയെ അപകീർത്തിപ്പെടുത്തുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന രൂപത്തിലുള്ള നിരവധി മോർഫ് ചെയ്ത വീഡിയോകളും ഡിജിറ്റലായി കൃത്രിമം കാണിച്ച ചിത്രങ്ങളും തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടുവെന്ന് കാണിച്ച് 2 വ്യക്തികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഈ പോസ്റ്റുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ വളരെ മോശവും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെയും മറ്റു വ്യക്തികളെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതും പരിഹസിക്കുന്നതുമാണ്. ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ പ്രേരിപ്പിക്കുന്ന തരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീഡിയോകൾ ഡിജിറ്റലായി മാറ്റം വരുത്തിയോ അല്ലെങ്കിൽ AI ഉപയോഗിച്ച് നിർമ്മിച്ചതോ ആണെന്ന് വ്യക്തമാണ് എന്ന് പരാതിക്കാർ ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരം വ്യാജ ഉള്ളടക്കങ്ങൾ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാനും വെറുപ്പ് വളർത്താനും പൊതുസമാധാനം തകർക്കാനും കാരണമാകും. മാത്രമല്ല, പൊതുപ്രവർത്തകരുടെ അന്തസ്സിനെ അപമാനിക്കുന്ന ഈ പ്രവൃത്തികൾ നിലവിലുള്ള നിയമവ്യവസ്ഥകളുടെ ലംഘനം കൂടിയാണ് എന്നും പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾക്കും കൃത്രിമ വീഡിയോകൾക്കുമെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യങ്ങൾക്കിടയിലാണ് സാക്ഷാൽ മെറ്റ ഇന്ത്യ മേധാവി തന്നെ കേസിൽ പ്രതിസ്ഥാനത്ത് വന്നിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ഈ വിഷയത്തിൽ മെറ്റ പ്രതിനിധികൾ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.